പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 23-ാം സങ്കീർത്തനം 4-ാം വാക്യം. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടെ കടക്കേണ്ടി വന്നാലും കിടത്തുകയല്ല, കടന്നു പോകുകയാണ്. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, നീ വെള്ളത്തിൽ കൂടെ നടന്നാൽ, നിന്നെ നദിയിൽ കൂടെ കടത്തിവിട്ടാൽ, തീയിൽ കൂടെ കടത്തിവിട്ടാൽ, സ്തോത്രം, അവിടെ തന്നെ കിടത്തുകയല്ല, കടത്തിവിടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കൂരിരുളിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടത്തിവിടുകയാണെങ്കിൽ, അങ്ങനെയൊരു അനുഭവത്തിൽ ആയിരിക്കുന്ന വ്യക്തിയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത് നിന്നെ മുന്നോട്ട് പരിവർത്തനം ചെയ്ത് കൊണ്ടുവരാനാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ. പലപ്പോഴും നാം ചിന്തിക്കും, എന്താണ് കർത്താവേ ഇത്രയും വലിയ ഹല്ലേലൂയ കൂരിരുളിൻ്റെ നടുവിൽ കൂടെ, ആ താഴ്വരയിൽ കൂടെ എന്നെ എന്തിനാ കടത്തിവിടുന്ന എന്ന് പലപ്പോഴും ഹല്ലേലൂയ നാം ചോദിക്കാറില്ലേ? നമ്മെ പരിവർത്തനം ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. നമ്മെ ഒരു പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാനാണ്. ഒരു കുശവൻ കളിമൺ പാത്രം പണിയുന്നത് പോലെ നമ്മെ ഒരു പൊന്നായിട്ട് ഒരു മാനപാത്രമാക്കി ഹല്ലേലൂയ കൺവേർട്ട് ചെയ്ത് ഹല്ലേലൂയ പരിവർത്തനം ചെയ്ത് നമ്മെ പുറത്തെടുക്കാനാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, കൂരിരുളിൻ്റെ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. കടക്കേണ്ടി വരുമെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. എപ്പോഴും സന്തോഷ ജീവിതമല്ല കേട്ടോ. ചില ഹല്ലേലൂയ ഇടവേളയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ നീ ചിന്തിക്കരുത്, കർത്താവെന്നെ കാണുന്നില്ല, നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല, എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയെന്ന് നീ ഒരിക്കലും ചിന്തിക്കരുത്. കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ. കൂരിരുൾ താഴ്വരയിൽ കൂടെ, കൂരിരുൾ എന്ന് പറഞ്ഞാൽ ഇരുൾ. ഹല്ലേലൂയ. അറിയാം, കൂരിരുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കാണാൻ പറ്റാത്തൊരവസ്ഥ. ഹല്ലേലൂയ. പലപ്പോഴും നാം ഹല്ലേലൂയ കാണണമെന്ന് ചിന്തിക്കുന്ന, ഹല്ലേലൂയ വിടുതൽ ലഭിക്കണമെന്ന് ചിന്തിക്കുന്ന അനേക വിഷയങ്ങൾ വിടുതൽ കിട്ടാതിരിക്കുമ്പോൾ പലപ്പോഴും ഹല്ലേലൂയ നാം ചിന്തിക്കും, ദൈവമേ ഈ ഭൂമിയിൽ നിന്ന് ഞാൻ പോയാൽ മതി. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ ഹല്ലേലൂയ വിഷമിക്കുന്ന അവസരത്തിൽ ഏകാന്തമായി ചിന്തിക്കുമ്പോൾ, കർത്താവേ എന്നെ ആശ്വസിപ്പിക്കുവാൻ, എന്നെ ചേർത്ത് പിടിക്കുവാൻ ആരുമില്ലല്ലോ എന്ന് ചിന്തിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, അങ്ങനെയുള്ള ഒരു താഴ്വരയിൽ കൂടെ നീ കടത്തിവിടുമ്പോൾ നീ ഓർക്കുക, കർത്താവ് ഹല്ലേലൂയ ഒരു പരിവർത്തനം ചെയ്ത് നിന്നെ പുറത്തു കൊണ്ടുവരാനാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വ്യക്തമായി ഇന്ന് വചനത്തിൽ കൂടെ അറിയിക്കുകയാണ്. ഒരു ഭക്തനെ രൂപാന്തരപ്പെടുത്താനാണ് ഇങ്ങനെയുള്ള താഴ്വരകൾ കൊണ്ടുവരുന്നത്. എന്താണ്? ഒരു ഭക്തനെ രൂപാന്തരപ്പെടുത്താനാണ് താഴ്വരകൾ ഹല്ലേലൂയ ജീവിതത്തിൽ കടന്നു വരുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മോട് പറയുവാനുള്ളത്, ഒരിക്കലും മനസ്സുമടുക്കാതെ കർത്താവിൻ്റെ സന്നിധിയിൽ സ്ഥിരതയോടെ, പൂർണ്ണ സ്ഥിരതയോടെ നിന്ന് ക്രിസ്തുവിൽ ജയം പ്രാപിക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.